നമ്മളിത്തിരി റിസ്ക് എടുത്തിട്ട് വേണം കയറാൻ. എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങൾക്ക് തംബ്ലൈന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? നമുക്കൊരു ചക്ക വേണം ഗൈസ്. അപ്പം അതിന് പോവുകയാണ്. അപ്പം നമ്മൾ ഗൈസ് കാട്ടുകൂടിയാണ് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ പോണ്. അവിടെ താത്തമാരെ എടുത്ത് വിട്ടിട്ട് താത്തമാർ ചക്ക ഇടുന്നുണ്ട്, അവരുടെ അടുത്തേക്കാണ് പോണേ. അപ്പം നമുക്ക് തോട്ടിണ്ടാക്കാം തോട്ടില്ലേ. നമ്മുടെ ലക്ഷ്യം ഇവന്മാരാണ് കേട്ടോ. തോട്ടിതാ വരുന്നു. ഇത് ഈ തൊടിയിൽ നിറച്ച് പ്ലാവുണ്ട് കേട്ടോ. ഇവിടുത്തെ താത്ത അങ്ങനെ ഇവിടെ ഇല്ല. അപ്പോൾ താത്ത അങ്ങനെ ചക്ക ഇടാറൊന്നുമില്ല. ചക്ക ചാടിയില്ല. ഇതാ ഗൈസ് നമ്മൾ ചക്ക ഇടാണ്. കാണില്ലേ? എൻ്റെ എന്താ പറയുക, കൂഞ്ഞല്ല, അതിൻ്റെ ഞെട്ടലിൻ്റെ അവിടെ പിടിച്ച് വലിച്ച് ഇതാ ചാടി. നെക്സ്റ്റ് കൊതു കടിക്കുന്നു. ഈ അവിടുന്ന് മാറിക്കോ. അതെടുത്ത് ചക്കൻ്റെ വലുപ്പം കണ്ടോട്ടെ യൂട്യൂബ്. ഇതാണ് ആ കജ പറഞ്ഞല്ലോ. ഇതിന് ശേഷം അടുത്ത ലക്ഷ്യം നമ്മൾ കാട്ടുചേനത്തണ്ട് പഠിക്കാൻ പോവാ. പാമ്പുണ്ടോ? നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? ഇതാണ് കാട്ടുചേനത്തണ്ട്. കാട്ടി കൊടുക്കണേ അടുത്തവനെ. ചേന അടക്കം പറിച്ചു. ഞാനൊരു ചെറിയ ചക്ക എടുത്തു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വെട്ടണം പറിക്കണൊക്കെ വീഡിയോ എടുത്തിരുന്നു കേട്ടോ. അതൊക്കെ നമ്മളെ കയ്യിലല്ലേ, വേറെ ഫോണിലായിരുന്നു. അത് മിസ്സായി ഗൈസ്. ചക്കതാ നമ്മൾ ചക്കയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലൊരു പഴുത്ത ചക്ക ഉണ്ടായിരുന്നു. ഇത് രാത്രി ആവുകൊണ്ടേ ഇങ്ങനെ ശരിക്കും ക്ലിയർ. അതിങ്ങനെ ഒന്ന് മിക്സിയിൽ ഇതിട്ടിട്ട് നല്ലോണം അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചക്ക വറക്കാം. നമുക്ക് ഇച്ചിരി ഉപ്പ് വെള്ളം ഉണ്ടാക്കണം കേട്ടോ. വൈകിട്ട് രാത്രി 9:30 ആയിട്ടുണ്ട്. ഈ സമയത്താണ് ചക്ക വറക്കുന്നത്. നല്ല മഴ ഉണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ നമുക്ക് ചക്ക എണ്ണ അപ്പം ഉപ്പ് ഇങ്ങനെ കലക്കി വെക്കും. ഇത് നമുക്കിതൊന്ന് വറുത്ത് കുറച്ചായിട്ടാണ് നമ്മൾ ഇതാക്കിയത്. അപ്പം നമുക്കിങ്ങനെ ഇട്ട് നോക്കിയാലോ. അപ്പം നമുക്കിനിത് നെയ്യും ശർക്കരയും കൂട്ടി നമ്മൾ വഴറ്റി വെച്ച ചക്ക ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 2-3 ദിവസം വഴറ്റി വെച്ച ഇത് വേറൊരു കളർ വരും. അപ്പം അങ്ങനെയായിട്ടാണെങ്കിൽ അപ്പം നമ്മുടെ ചക്ക വരട്ടി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. നമ്മൾ നെയ്യും ശർക്കരയൊക്കെ ഇട്ട് നന്നായിട്ട് കുറുക്കിയതല്ലേ. പിന്നെ ഞാനിതിൽ ഒന്ന് സ്കിപ്പ് ചെയ്തേ. തേങ്ങ ചെറുതായിട്ട് നുറുക്കിയിട്ട് നെയ്യിൽ വറുത്തിട്ടിട്ടുണ്ട് ഇതിൽ. അത് അങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. നെയ്യിൻ്റെ ടേസ്റ്റ് ഇല്ലാത്തവർക്ക് ഓയിലിൽ വേണമെങ്കിലും വറുത്തിട്ടിടാം. പിന്നെ ഇത് എത്രയാണോ ഈ അരിപ്പൊടി ഇതെടുത്തിട്ടുണ്ട് അത്രത്തോളം തന്നെ നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്യാം. ഇച്ചിരി റവ കൂടി ഞാനിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം.